നമസ്തേ. ഭക്തിസാന്ദ്രമായ രാമകഥയിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്തിനായി നിത്യവും പാരായണം ചെയ്ത് ശാന്തിയും സമാധാനവും നേടിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തവിശ്വാസികൾക്കും വിനീതമായ പ്രണാമം. ഭാരതത്തിലെ പുരാണങ്ങളിലൂടെ അവതാരപുരുഷനെന്നും പുരുഷോത്തമനെന്നും ഭഗവത് ചൈതന്യമെന്നും എന്നിങ്ങനെയുള്ള ആദരപൂർവമായ സംബോധനകളിലൂടെ ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രാമചൈതന്യത്തിന്റെ ശക്തി പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു സാംസ്കാരിക ജനതയുടെ മനസ്സിൽ നൂറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരുന്നു വിദേശ അധിനിവേശത്തിന്റെ അക്രമങ്ങളിൽ തകർന്നടിഞ്ഞ തങ്ങളുടെ എല്ലാമെല്ലാമായ ശ്രീരാമദേവന്റെ പുനഃപ്രതിസ്ഥാപനം. കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥനയിലെന്നോണം ആ ആഗ്രഹം സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ കരുത്തുകൊണ്ട് മാത്രമാണ് അയോധ്യയിൽ വീണ്ടും രാമധ്വജം ഉയരുന്നത്. ഒരു ലോകത്തിനും തകർക്കാനാവാത്ത വിധത്തിൽ ജനമനസ്സുകളിൽ അടിയുറഞ്ഞു കിടക്കുന്ന ഭക്തിവിശ്വാസങ്ങളാണ് ഈ രാമസങ്കല്പ നവോത്ഥാനത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പിനു കാരണം. മനുഷ്യജന്മത്തിന്റെ പരിപാവനമായ സങ്കല്പങ്ങളിലൂടെ മാത്രമേ ഈശ്വരീയ ചൈതന്യം പുനഃസൃഷ്ടിക്കപ്പെടുകയുള്ളൂ. നമുക്ക് ജീവിതത്തിൽ നല്ല മാർഗങ്ങളും നല്ല അനുഭവങ്ങളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 19ാമത്തെ ഭാഗമായ രാമായണം നിത്യപാരായണം നമുക്ക് തുടരാം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്യൈ രാമചന്ദ്രായ നമോ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ 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 നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ചാരികപ്പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ ഭാഗം നിർത്തിവെച്ച വരികളിൽ നിന്നും തുടങ്ങുകയാണ്. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. തന്നുടെ പത്നിയാകുമതിഥി കൗസല്യ കേൾ, അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നും സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടു പൊയ്ക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഢഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ. ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും.
ചാപതൂണീര ബാണഖഡ്ഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരാക്കൾ കോമളന്മാരായുള്ള ബാലകന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നോരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും അടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും മനൂജനും ഉപദേശിച്ചു മുനി. ക്ഷുത്പിപാസാദികളും തീർന്നു ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. ഇനി നമുക്ക് ഇത്രയും വായിച്ചതിൻ്റെ സാമാന്യമായ അർത്ഥങ്ങളിലേക്കൊന്ന് നോക്കാം. അധ്യാത്മരാമായണം പദങ്ങൾ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നത് മാത്രമേ ഇവിടെ വിശേഷിച്ചും അനുവർത്തിക്കുന്നുള്ളൂ. രാമായണം ഒരു ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ്. എത്ര വ്യാഖ്യാനിച്ചാലും അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ വളരെ പ്രയാസമാണ്. ഭാരതത്തിലെ പല ഭാഷകളിലും രാമായണം നിലനിൽക്കുന്നത് തന്നെ രാമായണ കഥയുടെയും രാമചൈതന്യത്തിൻ്റെ പ്രസരിപ്പിൻ്റെയും തെളിവാണ്. അത്രയും വ്യാപ്തിയുള്ള ഒരു ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ എൻ്റെ കഴിവിനും അപ്പുറത്താണ് എന്ന് ഞാൻ സവിനയം ശ്രോതാക്കളെ അറിയിച്ചു കൊള്ളുന്നു. താൻ ജീവനോളം സ്നേഹിക്കുന്ന രാമനെ വിശ്വാമിത്രന്റെ കൂടെ അയക്കാൻ ദശരഥനാവുന്നില്ല. തീരുമാനമെടുക്കാൻ പറ്റാത്ത ആ ഒരു വിഷമഘട്ടത്തിൽ വസിഷ്ഠൻ പറയുന്ന കാര്യങ്ങളും തുടർന്ന് ദശരഥന്റെ തീരുമാനങ്ങളുമാണ് ഇപ്പോൾ വായിച്ചത്. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി തന്നെ പത്നിയാകും അതിഥി കൗസല്യകൾ. അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു. വസിഷ്ഠൻ ദശരഥനോട് പറയുകയാണ്, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ബ്രഹ്മാത്മജനായ കശ്യപ പ്രജാപതി ആയിരുന്നു. അങ്ങയുടെ പത്നിയായ കൗസല്യ കഴിഞ്ഞ ജന്മത്തിൽ കശ്യപ പ്രജാപതിയുടെ പത്നിയായ അതിഥിയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും, അതായത് കശ്യപ പ്രജാപതിയും അതിഥിയും ഉഗ്രമായ തപസ്സു ചെയ്തു. മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു. വിഷ്ണു പൂജാധ്യാനാദികളുടെ ഫലമായി ഭക്തവത്സലനായ ഭഗവാൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ടു. നീ വാങ്ങിക്കൊൾ വരമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. നിങ്ങളുടെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തപസ്സിൻ്റെയും ആത്മാർത്ഥതയിൽ ഭഗവാൻ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പുത്രനായി പിറന്നിരിക്കുകയാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അടുത്ത ജന്മങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മങ്ങളിൽ സന്താന സുഖങ്ങളും സന്താന ദുഃഖങ്ങളും അതേപോലെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നാം അനുഭവിക്കുന്നത്. നമ്മുടെ അടിയുറച്ച ഭക്തിയും ആത്മാർത്ഥമായ വിശ്വാസങ്ങളും ഈ ഒരു ജന്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് ജന്മാന്തരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്തിയും വിശ്വാസങ്ങളും ജപധ്യാനാദികളും ഒരിക്കലും നിഷ്ഫലമാവുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരയിൽ അതാത് ജന്മങ്ങളിൽ അത് നമുക്ക് കൂട്ടായി വരും. ഒരച്ഛൻ്റെയും അമ്മയുടെയും കർമ്മങ്ങൾ മക്കളിലൂടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്. അച്ഛനമ്മമാർ കൃത്യമായ ജപധ്യാനാദികളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതിൻ്റെ ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ മക്കളിലേക്ക് സന്നിവേശിക്കപ്പെടുകയുള്ളൂ. ഭക്തന്മാരുടെ ഭക്തിയിൽ ഭഗവാൻ പോലും സ്വയം അവർക്കു തന്നെ മക്കളായി പിറക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവത് സ്വരൂപത്തിന്റെ ഭക്തവാത്സല്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭഗവാന്റെ ഭക്തവാത്സല്യം നമ്മിലേക്ക് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ നിത്യാനുഷ്ഠാനങ്ങൾ ചെയ്തിരിക്കണം. നിത്യാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന
ഭക്തരുടെ കൂടെ ഭഗവാൻ എപ്പോഴും സാന്നിധ്യമായിരിക്കും. പൃഥ്വീന്ദ്ര, ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. ഭഗവാൻ മാത്രമല്ല, ആത്മാർത്ഥവും സമർപ്പിതവുമായ ഭക്തിയിൽ ഭഗവാന്റെ പരിവാരങ്ങൾ കൂടി ഭഗവാനോടുകൂടെ ഭക്തന്മാരുടെ അനുഗ്രഹത്തിനായി കൂടെയുണ്ടാവും. ശംഖും ചക്രവും അനന്തനായ ശേഷനും ഭഗവാന്റെ കൂടെ ഒന്നിച്ചവതരിച്ചിരിക്കുകയാണ്. ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലുമിനിയും നീ യോഗമായാദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാം അയോനിജയായുണ്ടായി വന്നു. അതുമാത്രമല്ല, ഭഗവാന്റെ പത്നിയായ ലക്ഷ്മീദേവി കൂടി ഭഗവാനോടൊപ്പം തന്നെ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. ശ്രീലക്ഷ്മീദേവി യോഗമായാദേവിയായി അയോനിജയായി ഗർഭധാരണത്തിലൂടെ അല്ലാതെ തന്നെ മിഥിലയിൽ സംജാതയായിരിക്കുകയാണ്. യാഗവേലായാം, യാഗത്തിനായി ഭൂമി ഉഴുതുമറിക്കുന്ന സമയത്ത് സീതാദേവി സ്വയം ഭൂമിയിൽ നിന്നും ആവിർഭവിക്കുകയാണുണ്ടായത്. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. സീതയായി പിറന്ന മഹാലക്ഷ്മിയും ശ്രീരാമനായി പിറന്ന മഹാവിഷ്ണുവിന്റെയും പരസ്പരം സംയോഗത്തിന് നിമിത്തമായിട്ടാണ് വിശ്വാമിത്രൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. ഈ ഈശ്വരീയമായ നിർണയങ്ങളൊന്നും വ്യക്തമായി പറയാനരുതാത്തതാണ്. വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണിത്. അതുകൊണ്ട് പുത്രന്മാരെ വിശ്വാമിത്രന്റെ കൂടെ അയക്കുക. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്ന ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വസിഷ്ഠന്റെ ഉപദേശമനുസരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ദശരഥൻ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്ന് വിശ്വാമിത്രനോട് പറഞ്ഞു. വരിക രാമ, രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസ്സിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടി അവരെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ച് നല്ല കാര്യങ്ങൾക്കായി പോവുക എന്ന് അവരോട് പറഞ്ഞു. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ തങ്ങളുടെ ഗുരുവായ വസിഷ്ഠന്റെയും പാദങ്ങളിൽ നമസ്കരിച്ച് രാമലക്ഷ്മണന്മാർ ചെന്നു വിശ്വാമിത്രനെയും വന്ദിച്ചു. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. വിശ്വാമിത്ര മുനീന്ദ്രൻ ലോകരക്ഷയ്ക്കായി ശ്രീരാമദേവനെ സ്വീകരിച്ചു. അയോധ്യ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ അച്ഛനമ്മമാരെ വിട്ട് വിശ്വാമിത്രന്റെ കൂടെ പോകുന്ന ഈ നിമിഷം മുതലാണ് ശ്രീരാമദേവൻ ലോകരക്ഷാ ജനനായകനായി തീരുന്നത്. പുരുഷോത്തമൻ എന്ന് ശ്രീരാമദേവനെ അഭിസംബോധന ചെയ്യുന്നത് വിശ്വരക്ഷകനായതുകൊണ്ടാണ്, ലോകരക്ഷകനായതുകൊണ്ടാണ്. ലോകരക്ഷയ്ക്കായി നാന്തി കുറിക്കുന്നത് വിശ്വാമിത്രനിലൂടെയാണ്. ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. രാജകുമാരന്മാരോടുകൂടി വിശ്വാമിത്രൻ യാത്ര തിരിച്ചു. തീർത്ഥപാദന്മാരോടും കൂടെ എന്നാ പറയുന്നത്. തീർത്ഥപാദന്മാരാണ്. ആ പാദങ്ങളുടെ സ്പർശങ്ങൾ കൊണ്ടാണ് നദികൾ പവിത്രീകരിച്ച് പുണ്യനദിയായി മാറിത്തീരുന്നത്. ഇക്കാലത്ത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഭക്തജനങ്ങൾ നെയ്യഭിഷേകവുമായി ഇരുമുടിക്കെട്ടും തലയിലേറ്റി പമ്പയിലെത്തി സ്നാനം ചെയ്ത് തങ്ങളുടെ പിതൃക്കൾക്കായി ബലികർമ്മങ്ങൾ ചെയ്തതിനു ശേഷമാണ് നീലിമല കയറിത്തുടങ്ങുന്നത്. ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന ശ്രീധർമ്മശാസ്താവിനെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, മോക്ഷകാരകനായ ശ്രീരാമദേവന്റെ പാദസ്പർശനങ്ങൾ കൊണ്ട് പവിത്രമായ പമ്പയിൽ ബലിയിടുന്നത് തൻ്റെ പിതൃക്കൾക്ക് ശ്രീരാമദേവൻ മോക്ഷം നൽകും എന്ന സങ്കല്പത്തിലാണ്. പമ്പാനദി ബലികർമ്മങ്ങളുടെ തീർത്ഥമായി തീരുന്നത് ശ്രീരാമ പാദസ്പർശനം കൊണ്ടൊന്ന് മാത്രമാണ്. ഈ ഭാരതത്തിൻ്റെ ഓരോ മൺതരിയിലും ശ്രീരാമ പാദസ്പർശനങ്ങൾ ഏറ്റതുകൊണ്ട് ശ്രീരാമസങ്കല്പം എന്നത് ഒരു ദേശീയ ധാരയാണ്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതികളിൽ രാമകഥകൾ ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെ ശ്രീരാമദേവന്റെ ദേശീയ പരിവേഷത്തിന്റെ തെളിവാണ്. തീർത്ഥപാദന്മാരുമായി
മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരാക്കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം. നിങ്ങൾ രണ്ടുപേരും രാജകുമാരന്മാരായതു കാരണം ദാഹമെന്താണെന്നും വിശപ്പെന്താണെന്നും നിങ്ങൾ അറിഞ്ഞു കാണില്ല. ദാഹവും വിശപ്പും ഉണ്ടാകാതെയിരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. എപ്പോഴാണ് നമുക്ക് വിശപ്പും ദാഹവും അടക്കാൻ അവസരമുണ്ടാവുക എന്ന് പറയാനാവില്ല. കാരണം നമ്മൾ വനത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ദേവനിർമ്മിതികളായ ബല, പുനരതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചു ജപിക്കുക. എന്നാൽ നിങ്ങൾക്കൊരിക്കലും വിശപ്പും ദാഹവും അനുഭവപ്പെടുകയില്ല. ക്ഷുത്പിപാസാദികളും തീർന്നു ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. രാമലക്ഷ്മണകുമാരന്മാർ വിശ്വാമിത്രനിൽ നിന്ന് ആ വിദ്യകൾ സ്വീകരിച്ച് പഠിച്ചു ജപിച്ച് തങ്ങളുടെ വിശപ്പും ദാഹവുമെല്ലാം തീർന്നു വിശ്വാമിത്രൻ ബാലന്മാരുമായി ഗംഗാനദി കടന്നു. ഇത്രയുമാണ് നമ്മൾ ഈ ഭാഗത്തിൽ വായിച്ചത്. ഈ ഭാഗത്തിലുള്ള ഒരു പ്രധാന കാര്യം തങ്ങളുടെ കർമ്മം ചെയ്യുന്ന സമയത്ത് എന്നല്ല, ആ ജന്മത്തിൽ എന്നല്ല, മറ്റുള്ള ജന്മങ്ങളിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മെ പിന്തുടരുന്നു എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടി വേണം ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. കഴിഞ്ഞ ഏതോ ജന്മങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലോ ചെയ്തുപോയ കർമ്മങ്ങളുടെ ഫലങ്ങൾ പിന്നീട് നാം അനുഭവിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോ കർമ്മങ്ങളെയും പരിശുദ്ധപ്പെടുത്തും. ആ പരിശുദ്ധി നമ്മുടെ ജീവിതത്തെ തന്നെ പരിശുദ്ധമാക്കും. ഭക്തി നിറഞ്ഞ ദൃഢവിശ്വാസത്തോടുകൂടിയ നിത്യാനുഷ്ഠാനങ്ങളുമായി ജീവിക്കാൻ ശീലിക്കുക. തങ്ങളുടെ കർമ്മങ്ങളും ധർമ്മങ്ങളും കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നിത്യാനുഷ്ഠാനങ്ങൾ കൂടെ കൊണ്ടു നടക്കുക. അപ്രകാരം ചെയ്യുന്ന ഓരോ ജീവാത്മാവിന്റെ അഭിലാഷങ്ങളും ഭഗവത് അനുഗ്രഹങ്ങളാൽ സമ്പുഷ്ടമായിരിക്കും. കൗസല്യയുടെ കഴിഞ്ഞ ജന്മങ്ങളിലുണ്ടായ ജപധ്യാനങ്ങളുടെ ശക്തമായ സമർപ്പണമാണ് ഭഗവാൻ പോലും അവരുടെ പുത്രനായി ജനിക്കാൻ തീരുമാനിക്കുന്നത്. ബല, അതിബല എന്നീ രണ്ട് ദിവ്യമന്ത്രങ്ങളുടെ ശക്തിയാണ് ഈ ഭാഗത്തിൽ വായിച്ച മറ്റൊരു കാര്യം. ഹാർഷ സംസ്കാരത്തിൽ ഇതുപോലെ ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് താന്ത്രിക വിധികളും ഒരുപാട് യോഗവിദ്യകളും മനുഷ്യരാശിക്കായി രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്താം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി.